ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെയാണ് നമ്മുടെ ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അവസ്ഥ. തലയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ സ്വന്തം വലയത്തിന് ചുറ്റും പലതരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഒരു സമയത്തും അദ്ദേഹം വളരെ ജോളിയായി കുടുംബത്തോടൊപ്പം വിദേശ സന്ദർശനത്തിനായിട്ട് പോയിരിക്കുകയാണ്. അതും 1-2 ദിവസത്തേക്കല്ല, അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമാണ് വരിക. ഒരു 16 ദിവസത്തെ യാത്രയെന്നാണ് സൂചന. യാതൊരു വിധ മുന്നറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം പോകുന്ന അന്ന് മാത്രമാണ് അത് മാധ്യമങ്ങൾക്കടക്കം ആ കാര്യം അറിഞ്ഞത്. ഏതായാലും സ്വകാര്യ സന്ദർശനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ ഇന്തോനേഷ്യയിൽ എത്തി എന്നാണ് റിപ്പോർട്ടുകൾ. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പുലർച്ചെ യാത്ര തിരിച്ച അദ്ദേഹത്തോടൊപ്പം ഭാര്യ കമലയും അതുപോലെ തന്നെ ചെറുമകൻ ഇഷാനുമുണ്ട്. 16 ദിവസത്തെ യാത്രയെന്നാണ് സൂചന. 12-നാണ് സിംഗപ്പൂരിലേക്ക് പോകുന്നത്. 18 വരെ അവിടെ തങ്ങും. പിന്നെ 19-ന് UAE-യിലെത്തും. അപ്പോൾ നിലവിൽ അദ്ദേഹം ഇന്തോനേഷ്യയിൽ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. അവിടെ മകന്റെ കുടുംബത്തോടൊപ്പമാണ് UAE-യിൽ ചെലവഴിക്കാൻ പോകുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. ഞായറാഴ്ചയാണ് അദ്ദേഹത്തിന് പോകുവാനായിട്ട് കുടുംബസമേതം വിദേശയാത്രയ്ക്കായിട്ട് അനുമതി ലഭിച്ചത്. കൂടാതെ മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണ വിജയനും 4 ദിവസം മുൻപ് ദുബായിലേക്ക് പോയിരുന്നു. ഇന്നലെ അവരും ഇന്തോനേഷ്യയിലെത്തി എന്നാണ് റിപ്പോർട്ടുകൾ. 19 ദിവസത്തേക്കാണ് മന്ത്രി മുഹമ്മദ് റിയാസിന് യാത്ര അനുമതി. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള യാത്രയെന്നാണ് കേന്ദ്രത്തെ അറിയിച്ചത്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെക്കുറിച്ച് രാജ്ഭവനെ അറിയിച്ചിട്ടില്ല. പോകും മുൻപ് ഗവർണറെ നേരിൽ കാണുന്ന ഒരു പതിവുണ്ടായിരുന്നു. പിന്നീട് കത്ത് നൽകുന്ന രീതിയിലേക്ക് ഇത് മാറി. ഇത്തവണ അതും ഉണ്ടായില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ല എന്ന് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജീവനക്കാർക്ക് കിട്ടിയ അറിയിപ്പ്. മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടിയിരുന്ന പൊതുപരിപാടികളെല്ലാം മാറ്റിവെച്ചിട്ടുണ്ട്. 2023 ജൂണിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന സംഘം അമേരിക്കയിലും ക്യൂബയിലും പര്യടനം നടത്തിയിരുന്നു. സർക്കാരിന്റെ 2ാം വാർഷികവുമായി ബന്ധപ്പെട്ട ലോക കേരള സഭയുടെ പ്രവാസി സംഗമം ഉൾപ്പെടെ പരിപാടികളിലാണ് അന്ന് പങ്കെടുത്തത്. അന്നും വലിയ രീതിയിൽ തന്നെ വിമർശനം ഉയർന്നിരുന്നു. കാരണം ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ പല പദ്ധതികൾക്കും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും അവതാളത്തിലായി. അതെല്ലാം എന്ന് നടപ്പിലാക്കും എന്നുള്ള ഒരു ചോദ്യചിഹ്നം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റുള്ള മന്ത്രിമാരും അടക്കം വിദേശത്തേക്ക് ഉല്ലസിക്കാനായിട്ട് യാത്ര പോയത്. എന്നാൽ ഇപ്പോഴും അത് തന്നെയാണ്. വീണ്ടും പല കാര്യങ്ങളിലും പണമില്ല എന്ന് പറയുമ്പോഴും ഇപ്പോഴിതാ കുടുംബസമേതമാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബവും എല്ലാം ഒരുമിച്ച് ഇത്തരത്തിൽ വിദേശ യാത്രയ്ക്കായിട്ട് പോയിരിക്കുന്നത്. അതും സ്വകാര്യ ആവശ്യത്തിനാണ് യാത്ര. അതുകൊണ്ട് തന്നെ വേറെ മുന്നറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ മാസപ്പടി കേസിലടക്കം വലിയ രീതിയിൽ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ മകൾ വീണ വിജയനെയും ചുറ്റിപ്പറ്റി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തകൃതിയായി നടക്കുന്നതിനിടയിലാണ്, അവർ മാക്സിമം തെളിവുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് എങ്ങനെയും കുരുക്കാനുള്ള വഴികൾ തേടുന്നതിനിടയിലാണ് അതൊന്നും നമുക്കൊരു വിഷയമേ അല്ല എന്ന രീതിയിൽ വിദേശ യാത്രയ്ക്കായിട്ട് മുഖ്യമന്ത്രിയും വീണയും അതുപോലെ തന്നെ കുടുംബസമേതം എല്ലാവരും പോയിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഭാര്യയും കൊച്ചുമകനുമാണ് അദ്ദേഹത്തിനൊപ്പമുള്ളത്. കൂടാതെ മന്ത്രി റിയാസും വീണ വിജയനും ഉണ്ട്. ഇന്തോനേഷ്യയിലും സിംഗപ്പൂരും ദുബായിലുമാണ് അവർ സന്ദർശനം നടത്തുന്നത്. 19 ദിവസത്തേക്കാണ് അവരുടെ ട്രിപ്പ്. മെയ് 21-ന് ശേഷമായിരിക്കും അദ്ദേഹവും കുടുംബവും നാട്ടിലേക്ക് മടങ്ങും എന്നുള്ള സൂചനകൾ ഇപ്പോൾ നിലവിലുള്ളത്. ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി പോകും. കുടുംബ ട്രിപ്പാണ് മുഖ്യമന്ത്രിയുടേത്. 16 ദിവസത്തെ വിദേശ സന്ദർശനമാണ് മുഖ്യമന്ത്രിയുടേത്. രാവിലെ കൊച്ചിയിൽ നിന്നാണ് അദ്ദേഹം യാത്ര തിരിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം. ഏതായാലും വലിയ രീതിയിൽ തന്നെ അദ്ദേഹം പോയതിനു ശേഷം വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കൂടാതെ തന്നെ പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ അതിനെതിരെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. സ്വകാര്യ സന്ദർശനമാണെന്ന് കാണിച്ചു നൽകിയ അപേക്ഷയിൽ മുഖ്യമന്ത്രിക്ക് ആദ്യം കേന്ദ്ര സർക്കാർ യാത്രാനുമതി നൽകാൻ നേരം വൈകി. പിന്നീടാണ് അവസാന നിമിഷത്തിലാണ് യാത്രാനുമതി നൽകിയത്. എന്നാൽ യാത്രാ തീയതിയെക്കുറിച്ച് വ്യക്തത തേടിയതായാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഓഫീസിൽ കുറച്ച് ദിവസത്തേക്ക് മുഖ്യമന്ത്രി ഉണ്ടാവില്ലെന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. ഔദ്യോഗിക ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകുന്ന വേളയിൽ സർക്കാർ തന്നെ യാത്ര സംബന്ധിച്ച് പത്രക്കുറിപ്പ് ഇറക്കുകയാണ് പതിവ്. സ്വകാര്യ സന്ദർശനമായതിനാൽ ഇത്തവണ ഔദ്യോഗിക അറിയിപ്പുണ്ടായില്ല. സ്വകാര്യ യാത്രയായതിനാൽ എവിടേക്ക് പോകുന്നത് എന്നത് സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഇല്ല. അതേസമയം ഇവിടെ നേതാക്കൾ കയറിപ്പൊട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസ് ആദ്യമേ രംഗത്ത് വന്നു. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര ഉദ്ദേശം വ്യക്തമാക്കണമെന്നാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആവശ്യപ്പെട്ടത്. സംസ്ഥാനത്തെ ഭരണതലവനാണ് പിണറായി വിജയൻ. പൊതുപ്രവർത്തകർക്ക് രഹസ്യമില്ല. മുഖ്യമന്ത്രി എന്താവശ്യത്തിനാണ് വിദേശത്തേക്ക് പോയതെന്ന് വിശദീകരിക്കണം. ഔദ്യോഗിക യാത്രയല്ല, സ്വകാര്യ സന്ദർശനം എന്ന പേരിൽ 3 രാജ്യങ്ങളിൽ പോകുന്നത് ഉചിതമല്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു.